ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ഉണ്ടക്കായാണ്. കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള തട്ടുകടയിലുള്ള അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടക്കായ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി ചെറിയ പഴുത്ത പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര പാനി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് മൈദ, പിന്നെ 2 കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകപ്പൊടിയാണ്. ഇനി നമുക്കത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് അതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ എടുത്ത് വെച്ച ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആ പഴവും ശർക്കരയും കൂടി ഒരുമിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആ എടുത്ത് വെച്ച ജീരകപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ആ എടുത്ത് വെച്ച ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഒരു അരിപ്പ വെച്ച് അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആ മൈദ ഇട്ട് കൊടുക്കാം. അതും അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായി എല്ലായിടത്തും ഒന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ച് മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അതും എല്ലായിടത്തും ഒന്ന് മിക്സാക്കി ഒരു 6 മണിക്കൂർ ഒരടപ്പം വെച്ച് വെയിറ്റ് ചെയ്യാം. ഇത് കൺസിസ്റ്റൻസിലാണ് വേണ്ടത്. ഇനി അടപ്പം വെച്ച് 6 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 6 മണിക്കൂറായിട്ടുണ്ട്. കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് കൈമേലെടുത്ത് ഓരോ ബോൾസാക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത്, അപ്പോൾ അത് കരിഞ്ഞു പോകും പുറം ഭാഗം. ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കുവാൻ. അങ്ങനെ തിരിച്ചു ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ടക്കായ്, നമ്മുടെ തട്ടുകട സ്റ്റൈൽ, കണ്ണൂർ സ്റ്റൈലിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ടക്കായ് ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് ഉണ്ടക്കായ് എന്നാണ് പറയുക. മറ്റു നാട്ടിൽ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.